അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെക്കുറിച്ച് അല്പം പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ പരിശുദ്ധ ഖുർആൻ ഉള്ളവരാണ് നാം. പരിശുദ്ധ ഖുർആൻ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ കലാമാണ്. 114 സൂക്തങ്ങളിലായി 23 വർഷത്തെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ മുഖാന്തരം ജനങ്ങൾക്ക് സന്മാർഗവും നേർമാർഗവും കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു ഇറക്കിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. ഖിയാമത്ത് നാൾ വരെ വെള്ളി വ്യത്യാസമില്ലാതെ കൂട്ടിച്ചേർക്കലുകൾക്കോ കടത്തിക്കൂട്ടലുകൾക്കോ വിധേയപ്പെടാതെ നിലനിൽക്കുന്ന അല്ലാഹുവിൻ്റെ പരിശുദ്ധ കലാമാണ് ഖുർആൻ എന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും മറ്റു ട്രോഫികളുടെയും മറ്റു പ്രോത്സാഹന സമ്മാനങ്ങൾക്കുമൊക്കെ കീഴിലായിട്ട് ഖുർആൻ കാണപ്പെടാറുണ്ട്. വളരെ സൂക്ഷ്മതയോടെ വേണം ഖുർആനിനെ നാം കൈകാര്യം ചെയ്യാൻ. നമ്മുടെ വീട്ടിലെ എല്ലാ വസ്തുക്കൾക്കും മുകളിലാവണം ഖുർആനിൻ്റെ സ്ഥാനം. പ്രത്യേകിച്ച് കലാലയങ്ങളിൽ പോകുന്ന മക്കൾ അവർ അവരുടെ മറ്റ് പുസ്തകങ്ങൾക്ക് കീഴിലും ഇടയിലുമൊക്കെയായി ഖുർആനിനെ വെക്കുന്നത് കാണാറുണ്ട്. രക്ഷിതാക്കളായ നാം അത് മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് ഖുർആനിൻ്റെ സ്ഥാനം എപ്പോഴും മറ്റെന്തിനേക്കാളിലും മുകളിലാവണം. കാരണം അത് നമ്മുടെ റബ്ബിൻ്റെ കലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നാം അലക്ഷ്യമായി ഭൗതിക സംസാരങ്ങളിലോ മറ്റു ചർച്ചകളിലോ ഒന്നും ഏർപ്പെടാൻ പാടില്ല. അത്രത്തോളം ഒരാൾ നമ്മോട് സലാം പറഞ്ഞാൽ സാധാരണഗതിയിൽ സലാം അടക്കൽ നിർബന്ധമാണ്. എന്നാൽ ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സലാം അടക്കൽ നിർബന്ധമില്ല. നാം ശുദ്ധിയോടുകൂടെയാവണം, വുളൂഓടുകൂടെയാവണം ഖുർആൻ തൊടേണ്ടതും ചുമക്കേണ്ടതും. ഖുർആൻ നാം വളരെ ആദരവും ബഹുമാനവും കൽപ്പിക്കണം. ദോഷിയായ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ചളി പുരണ്ട ഒരു എഴുതപ്പെട്ട ഖുർആനിൻ്റെ കടലാസ് കാണുന്നു, അയാൾ ഇതെൻ്റെ റബ്ബിൻ്റെ കലാമാണ് എന്ന ചിന്തയിൽ ആ എഴുതപ്പെട്ട കടലാസ് കഷ്ണം എടുത്തിട്ട് വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് ആ കടലാസ് കഷ്ണം, ഖുർആൻ എഴുതപ്പെട്ട കടലാസ് കഷ്ണം അതാ കഴുകി വൃത്തിയാക്കി സുഗന്ധം പൂശിയിട്ട് ഉയർന്ന സ്ഥാനത്ത് വെച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ സർവ്വ പാപങ്ങളും പുറത്തു കൊടുത്തു. അല്ലാഹു എല്ലാ തെറ്റുകളും ദോഷങ്ങളും അയാൾക്ക് മാപ്പ് ചെയ്തു കൊടുത്തെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും പരസ്പരം വഴക്കുകളും ദേഷ്യപ്പെടലുകളും നടക്കുന്നുണ്ട്. വീട്ടിൽ ദാരിദ്ര്യവും പ്രയാസങ്ങളും വിട്ടുമാറുന്നില്ല. നാം പലപ്പോഴും എന്താണ് ഇതിൻ്റെ കാരണം അന്വേഷിച്ചു പോകാറുണ്ട്, അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഖുർആൻ അത് നാം അലക്ഷ്യമായി പെരുമാറുമ്പോൾ, അലക്ഷ്യമായി ഖുർആന് നാം ആദരവ് കൊടുക്കാതെ വില കൽപ്പിക്കാതെ കാണുമ്പോൾ ആ ഖുർആൻ നമ്മെ ശപിക്കും. ആ ഖുർആനെ അതേ സമയത്ത് നമ്മൾ ആദരവോടെ ബഹുമാനത്തോടെ വില കൽപ്പിച്ചു കണ്ടാൽ, ഖുർആൻ്റെ സ്ഥാനം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും മറ്റെന്തിനേക്കാളും ഉന്നതിയിലാണെങ്കിൽ, അതേ മുകളിലാണെങ്കിൽ, ആ ഖുർആന് കാരണം നമുക്കുള്ള വിജയം തരും. വീടുകളിൽ സമാധാനമുണ്ടാകും, എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും, ബറക്കത്ത് ലഭിക്കും. മാത്രമല്ല, നാളെ ആരുമില്ലാത്ത ഖബറിൽ, മഅ്ശറയിൽ, അതേ സിറാത്തിൻ്റെ പാലത്തിൽ ഒക്കെ നമ്മെ കൈപ്പിടിച്ച് വിജയത്തിലേക്ക് നടത്താൻ പരിശുദ്ധ ഖുർആൻ കൂട്ടിനുണ്ടാവും, ഒപ്പമുണ്ടാകും എന്ന ബോധം, എന്ന ധാരണ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. ആ ഖുർആനെ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടുകൂടി നാം വില കൽപ്പിക്കണം. ഖുർആൻ ഓതുന്നതിൽ സംസാരം പാടില്ല. ഓതു തുടങ്ങുമ്പോൾ അഊദും ബിസ്മിയും ഓതണം. ഓതി കഴിയുമ്പോൾ സദഖല്ലാഹുൽ അലിയ്യുൽ അളീം പറയണം. വളരെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ ഖിബിലക്ക് മുന്നിട്ട് വുളൂ ചെയ്ത് നല്ല ശുദ്ധിയോടെ നല്ല എൻ്റെ റബ്ബിൻ്റെ കലാമെന്ന ധാരണയിൽ ബോധത്തിൽ നാം ഖുർആനിനെ കൈകാര്യം ചെയ്യണം.
റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മയൊക്കെ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.